ഒന്ന് സുഡിയോയിൽ കയറിയാലോ? അപ്പോൾ എനിക്ക് കുറച്ച് സാധനം മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ സുഡിയോ മൊത്തം ചുറ്റി കാണാമെന്ന് വിചാരിച്ച്. പുതിയ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ. അങ്ങനെ ഞാൻ ദേ കളക്ഷൻസ് എല്ലാം നോക്കുകയാണ്. എനിക്ക് വേണ്ടിയിരുന്നത് ഷീറ്റ് മാസ്ക് ആണ്. മെയിനായിട്ട് ഞാൻ സുഡിയോയുടെ ഷീറ്റ് മാസ്കിൻ്റെ ഒരു അഡിക്റ്റാണ്. സംഭവം സെറ്റാണ്. എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് പെർഫ്യൂം വേണമായിരുന്നു. എനിക്ക് സുഡിയോയുടെ പെർഫ്യൂമും ഇഷ്ടമാണ്. അതുപോലെ തന്നെ അവരുടെ ഫേസ് വാഷും ഇഷ്ടമാണ്. നല്ല ഓക്കെ പ്രൊഡക്റ്റാണ്. പിന്നെ എന്നിട്ട് എനിക്ക് എല്ലായിടത്തുനിന്നും ചെരുപ്പ് കിട്ടാറില്ല. സോ സുഡിയോയിൽ വരുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനിൽ എൻ്റെ സൈസിൽ കിട്ടുകയാണെങ്കിൽ ഞാൻ അപ്പം തന്നെ എടുക്കാറുണ്ട്. ഇതിനകത്ത് ഈ വൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ബട്ട് സ്റ്റിൽ എന്തോ ഒരു അപാകത എനിക്ക് തോന്നി. ഞാൻ ആ ചെരുപ്പ് എടുത്തില്ല കേട്ടോ. പിന്നെ എനിക്കിഷ്ടമുള്ള കളക്ഷൻ ഒന്നും അത്ര നോക്കിയിട്ട് കിട്ടിയില്ല. പിന്നെ ഞാൻ ബാക്കിയുള്ള സെക്ഷനിലെല്ലാം പോയിട്ട് എനിക്ക് ആവശ്യമുള്ള സാധനമൊക്കെ എടുത്ത് ബില്ല് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് മഴയായിരുന്നു ഗൈസ്, അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അവിടുത്തെ എന്തായാലും സ്റ്റുഡിയോ ചുമ്മാ നിൽക്കുകയല്ലേ, പുറത്ത് നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ അവിടുത്തെ കളക്ഷൻസ് എല്ലാം നോക്കിയത് ഇത് അവിടുത്തെ കിടന്ന ഷർട്ടാണ് കേട്ടോ. ഇതിന് സംഭവം 500 ആണ് പ്രൈസ് വരുന്നത്. പിന്നെ കുറേ ടീഷർട്ട്സും അതൊക്കെ ഞാൻ ഓൾമോസ്റ്റ് അവിടെ കണ്ടിട്ടുള്ളതൊക്കെ തന്നെയാണ്. പുതിയതെന്ന് പറയാൻ ഇതൊക്കെ ക്ലീഷേ ഐറ്റംസ് തന്നെ, എപ്പോഴും ഉണ്ടാവാറുള്ളതൊക്കെ തന്നെ. പിന്നെ ഒരു ഇച്ചിരി എനിക്ക് തോന്നിയ ഒരു കോഫി പ്രിൻ്റായിട്ട് തോന്നി. ഇത് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, എൻ്റെ ബഡ്ജറ്റില്ലായിരുന്നു. അങ്ങനെ എല്ലാം ഞാനിങ്ങനെ വീഡിയോ പകർത്തി നടക്കുമായിരുന്നു. എനിക്കിത് ഈ ഉടുപ്പ് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതിനും എൻ്റെ കയ്യിൽ ബഡ്ജറ്റില്ലായിരുന്നു. അങ്ങനെ അതിൻ്റെ എല്ലാത്തിൻ്റെയും വിലയൊക്കെ നോക്കി സംഭവം എനിക്ക് വെച്ചിട്ടൊക്കെ നോക്കി എനിക്കിഷ്ടപ്പെട്ടു, ചേരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഏരിയ ആയിട്ടുള്ള ലിപ്സ്റ്റിക്സ് ഏരിയയിൽ ചെന്നു. അങ്ങനെ അവിടുത്തെ കുറച്ച് ഷെയ്ഡ്സൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിനകത്ത് ഞാൻ ഇപ്പോഴേ വീഡിയോ ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ പോകുമ്പോൾ എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. റിച്ച് വൈൻ, അതുപോലെ തന്നെ ചെസ്നട്ട്, അത് കുറച്ച് ഷെയ്ഡ്സ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതും 999 ആണ് കേട്ടോ. നമ്മളെപ്പോഴും അഫോർഡബിൾ ആയിരിക്കണമല്ലോ. അങ്ങനെ 999 കുറച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡ്സിൻ്റെ എല്ലാം വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ ഞാനെടുത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇനി പോകുമ്പോൾ അടുത്ത പർച്ചേസിന് വേണ്ടിയിട്ട്. അങ്ങനെ അതിൻ്റെ എല്ലാം വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വേറെ ഇഷ്ടമുള്ളൊരു സെറ്റപ്പാണ് ഈ പൗച്ച് എന്ന് പറയുന്നത്. അങ്ങനെ പൗച്ച് നോക്കിയപ്പോൾ പൗച്ചിന് 249 299 ആണ് പ്രൈസ് റേഞ്ച് വരുന്നത്. അങ്ങനെ അതും അതിൻ്റെ കളക്ഷനും ഞാൻ ഇങ്ങനെ നോക്കി ഓരോന്നിൻ്റെയും വീഡിയോ എടുത്ത്. ഇത് ചുമ്മാ പ്ലാസ്റ്റിക്കിനകത്തോട്ട് കല്ലൊട്ടിച്ച് കൊടുത്താണ്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. ആദ്യം കാണിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതും ഒരു പച്ച കളർ, ഇതൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ എടുത്താണ്. അങ്ങനെ പൗച്ചിൻ്റെ കളക്ഷനും അതും ഇതും എല്ലാം കണ്ടു കഴിഞ്ഞ് നിന്നപ്പം ഞാൻ നോക്കുമ്പോൾ പുറത്ത് മഴ തീർന്നു. അവിടെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി.